പെരുന്നാൾ കുത്തുബക്ക് മുംബൈ മഹൽ ഖത്തീബ് മൊയ്തീൻ കുട്ടി ദാരിമി അവർകൾ നടത്തിയ പ്രസംഗം വിശ്വാസികളിൽ കണ്ണീരൊഴുക്കി. ഗസയിൽ മരണപ്പെട്ടവർക്ക് പ്രത്യേക പ്രാർത്ഥനയും നമ്മുടെ ഫിത്ർ സക്കാത്ത്. ആ ഫിത്ർ സക്കാത്തോടു കൂടി എന്റെ തറാവീഹിലെ, എന്റെ ഖുർആൻ പാരായണത്തിലെ, എന്റെ നോമ്പിലെ എന്തെങ്കിലും എന്റെ പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ വീഴി. അതിന് ഞാൻ നിർബന്ധമായിട്ടും ചെയ്ത ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് താങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ഫിത്ർ സക്കാത്ത്. അതാണ് നമ്മുടെ ആഘോഷം, അതാണ് നമ്മുടെ ആഘോഷം. മാത്രമല്ല, ഇന്ന് ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ടവർ ഇന്നലെകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ അടുക്കൽ പോയിട്ട് ഒരു യാസയോദിട്ട് വേർക്കലാണ്. മാത്രമല്ല, നമ്മുടെ ഉപ്പാന്റെ കൂട്ടുകാര്, നമ്മുടെ ഉമ്മാന്റെ കൂട്ടുകാര്, നമ്മുടെ ബന്ധുക്കള്, കുടുംബങ്ങൾ പരമാവധി നമ്മുടെ വീട്ടുകാരെ വണ്ടിയിലാക്കിയിട്ട് ആ വീടുകളിലൊക്കെ ഒന്ന് സന്ദർശിച്ചാൽ 30 ദിവസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് വിശ്വാസികൾ പെരുന്നാൾ കുത്തുബയ്ക്ക് പള്ളിയിൽ ഒത്തുകൂടി. തേക്കിൻകൂട് കുമ്പങ്കല്ല് ജുമാ മസ്ജിദ് പള്ളിയിൽ പെരുന്നാൾ കുത്തുബയ്ക്ക് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. അവരെ ബുദ്ധിമുട്ടാക്കുന്നില്ല. ഇങ്ങനെയുള്ള മനോഹരമായ ആഘോഷം ഈ വലിയ പെരുന്നാളാണെങ്കിലും അങ്ങനെ തന്നെ അന്ന് പ്രത്യേകം അരി കൊടുക്കുന്നവന് കൊടുത്തോ, ഭക്ഷണം കൊടുത്തോ, അതിന്റെ പുറത്ത് അവൻ കഴിവുള്ളവരാണെങ്കിൽ അവൻ ഉദയ്യത്തിന്റെ മാംസം ഉദയ്യത്തറത്തിട്ട് അതിന്റെ മാംസം നാട്ടിലുള്ളവർക്ക് വിതരണം ചെയ്യണേ എന്ന് പറഞ്ഞതാണ് ദീനിന്റെ ആഘോഷം. പ്രിയപ്പെട്ടവരെ, പോരാ, ഇനി മറ്റു നമ്മുടെ ഒരു ആഘോഷമാണ് നമ്മുടെ വിവാഹം. അതിൽ സന്തോഷിക്കാത്തവരാരാ ഉള്ളത്? ആണായാലും പെണ്ണായാലും സ്വന്തം വിവാഹം, കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ വിവാഹത്തിനോടനുബന്ധിച്ച് എവിടെങ്കിലും സ്വകാര്യമായി പോയി നിക്കാഹ് നടത്തിയിട്ട് നീ അങ്ങോട്ട് കുടുംബമായിട്ട് ജീവിച്ചോ എന്നല്ല പറഞ്ഞത്. പരിശുദ്ധ ദീൻ പറഞ്ഞത്, നിന്റെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ അവയിൽ കൂടിയതിന് ശേഷം നാട്ടുകാരെയും കുടുംബങ്ങളെയും അയൽവാസികളെയും വിളിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കണം. അതിന്റെ പേരാണ് വലീമ, അതിന്റെ പേരാണ് വലീമ. ആ ആഘോഷത്തിൽ മറ്റുള്ളവന്റെ വയറു നടക്കാനും അവനെയും കൂടി ആ സന്തോഷത്തിൽ പങ്കെടുപ്പിക്കുന്ന ദീനാണ് പരിശുദ്ധ ദീൻ. മാത്രമല്ല, അവന്റെ കുടുംബ ജീവിതത്തിലേക്ക് അവൻ കയറി അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭാര്യ ഗർഭിണിയായി, ആ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ സന്തോഷത്തിൽ അവൻ മാത്രമല്ല അവന്റെ കുടുംബം സന്തോഷിക്കുകയാണ്, അവന്റെ കൂട്ടുകാരെ സന്തോഷിക്കുകയാണ്. അവരോട് പറയുന്നത്, ആ സന്തോഷത്തിൽ നാട്ടുകാരെയും പങ്കെടുപ്പിക്കുക, ആ സന്തോഷത്തിൽ നിന്റെ അയൽവാസികളെയും പങ്കെടുപ്പിക്കുക. എങ്ങനെ? അത് 7-ന്റെ അന്നോ 14-ന്റെ അന്നോ കുട്ടിയുടെ മുടിയൊക്കെ കളഞ്ഞ് പേരൊക്കെ ഇട്ടിട്ട് ഒരു എണ്ണത്തിനെ പിടിച്ചിട്ടറുക്കുക, ഒരു അറുത്തിട്ട് അതിന്റെ മാംസം എല്ലാവർക്കും വിതരണം ചെയ്യും. നിങ്ങൾ ഇങ്ങനെ ഏത് നമ്മുടെ ഒരു സന്തോഷവേളയിലും ഏതൊരു ആഘോഷവേളയിലും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും നമ്മൾ നല്ല സുഭിച്ച ഭക്ഷണം കഴിക്കുന്നതിന് പകരം നമ്മോടുകൂടെ മറ്റുള്ളവരെയും കഴിപ്പിക്കാനുള്ള ആഘോഷമാണ് മുഅ്മിനീങ്ങളെ. ആഘോഷം ഒരു ഇബാദത്താണ്, ആഘോഷം ഒരു ഇബാദത്താണ്. ഇപ്പൊ നമ്മൾ ഈ പുത്തൻ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് തക്ബീർ ചൊല്ലി വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് വന്നില്ലേ? നിങ്ങളുടെ ഓരോ ചവിട്ടടിയും എത്രയാണ് വെച്ചത് എന്ന് നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. പക്ഷെ അള്ളാന്റെ അടുക്കൽ അത് രേഖയാണ്. ഈ വന്നത് അള്ളാന്റെ കൽപ്പന അനുസരിച്ച് ഒരു മാസം പട്ടിണി കിടന്നിട്ട് അള്ളാഹുവേ അതൊക്കെ സ്വീകരിക്കണം എന്ന് പറയാനും പാപങ്ങൾ കൊടുത്തു തരണേ എന്ന് പറയാനുമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ ഇതൊരു ഇബാദത്തായിട്ട്, ഒരു അമലായിട്ട് ഇത് സ്വീകരിക്കപ്പെട്ടിരിക്കുകയാണ്, രേഖപ്പെടുത്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ പറയാം, മറ്റൊന്ന് നമുക്കുള്ള ഒരു ഈദ് ആശംസകൾ അറിയിക്കുക. ആശംസകൾ അറിയിക്കേണ്ട രൂപം പരിശുദ്ധ ദീൻ തന്നെ പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, അൻ ജുബൈർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു അൻഹു കാന അസ്ഹാബു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളായിരുന്നു, അനുജന്മാരായിരുന്നു. ഇദൽ തഖൗ യൗമൽ ഈദ്, ഇദൽ തഖൗ യൗമൽ ഈദ്, പെരുന്നാൾ ദിവസത്തിൽ അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആ കണ്ടുമുട്ടല് ഇന്നലെ കണ്ടവര് ഇന്ന് സുബൈക്ക് കണ്ടവര് വീണ്ടും കണ്ടുമുട്ടിക്കോട്ടെ. ഇന്ന് സുബൈക്ക് കണ്ടവര്, ഇന്നലെ കണ്ടവര്, ഇനി വർഷങ്ങൾക്ക് ശേഷം കാണുന്നവരുണ്ടാകും. പ്രവാസികൾ ഒരുപാട് ആളുകൾ കുടുംബത്തോട് ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നവരുണ്ട്. അവരുടെ കൂടെ പഠിച്ച സുഹൃത്തുക്കളുണ്ട്. അവരെ കണ്ടുമുട്ടുമ്പോ സാധാരണ ഈദ് മുബാറക്ക് പറയുന്നതിലപ്പുറം അവരെ ആലിംഗനം ചെയ്യൽ പ്രത്യേകമായ സുന്നത്ത് കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട്
ആ കണ്ടുമുട്ടുന്ന പരസ്പരം അവർ കണ്ടുമുട്ടിയപ്പോ മദീന പള്ളിയിൽ കണ്ടുമുട്ടിയപ്പോ യഖൂലു ബഅദുഹും ലിബഅദിൻ, അപ്പൊ ചില ആളുകൾ കണ്ടുമുട്ടുന്നവരിൽ ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞിരുന്നു, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അല്ലാഹു തആല ഞങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും നിന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഉള്ള എല്ലാ സൽക്രമങ്ങളും അല്ലാഹു കബൂലാക്കട്ടെ. നോമ്പിന്റെ റമളാൻ മാസത്തിൽ എടുത്തതും ഇന്ന് നമ്മൾ എടുത്തതുമായ എല്ലാ നന്മകളും പടച്ചവൻ കബൂലാക്കട്ടെ എന്ന് ആശംസിക്കലാണ് മറ്റൊരാഘോഷം. അവിടെ നീട്ടുന്ന കൈ വലിക്കരുത് കേട്ടോ. ആരെങ്കിലും ഒരാൾ നമ്മുടെ മുന്നിലേക്ക് ഒരു കൈ നീട്ടി ഈദ് മുബാറക് എന്ന് പറയുകയാണെങ്കിൽ മുഖത്ത് നോക്കാതിരിക്കുകയോ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയുന്ന ഒരാൾ പോലും ഈ പള്ളിക്കകത്ത് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കാതെ സലാം പറഞ്ഞിട്ട് മടക്കാതെ ആ കല്ല് നീട്ടിയത് വലിക്കുന്നവരുണ്ടെങ്കിൽ ഓരോ റമളാനിലെ എല്ലാ നന്മകളും ചവറ്റുകൊട്ടയിലാണ്. അത് നരകത്തിന്റെ നോമ്പാണ്, അത് നരകത്തിലേക്ക് പോകുന്ന സൽക്കർമ്മങ്ങളാണ് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നുള്ള ആ പ്രാർത്ഥന പരസ്പരം പങ്കുവെക്കൽ അത് സഹാബാക്കൾ ചെയ്തിരുന്നു എന്ന് ഹദീസിലൂടെ കാണാൻ കഴിയുകയാണ്. മറ്റൊന്ന് നമുക്ക് ചെയ്യാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ, പാവങ്ങളെ, സാധുക്കളെ, യതീമുകളെ ഇന്നലെകളിൽ അവരുടെ ഒപ്പുണ്ടായിരുന്നു. ഇന്നലെകളിൽ അവരുടെ ഉപ്പയും ഉമ്മയുണ്ടായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു അവർക്ക്. ഇന്ന് ഏതെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആ കുട്ടികളുടെ പെരുന്നാളുണ്ടല്ലോ, ഉള്ളിലൊരു നൊമ്പരത്തോട് കൂടിയാണ് അവർ വസ്ത്രമണിയുന്നത്, ഉള്ളിലൊരു വേദനയോട് കൂടിയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക. ഒറ്റ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തി നമ്മുടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെരുന്നാളിനാണ് പള്ളിയിലേക്ക് ഇങ്ങനെ പോവുക. ഒരു പെരുന്നാളിന് പള്ളിയിലേക്ക് ഇങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. അത് റസൂലുള്ളാഹി കുറച്ചേരം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു. അതിന്റെ ഇടയിൽ പ്രവാചകന്റെ കണ്ണിൽപ്പെട്ട് ഒരു കുട്ടി ആ വരമ്പത്തിരുന്നിട്ട്, ഒരു കുട്ടി ആ കളിക്കളത്തിന്റെ സൈഡിൽ ഇരുന്നിട്ട് വല്ലാത്ത സങ്കടത്തോടെ, വല്ലാത്ത വേദനയോട് കൂടെ, എന്നാൽ മറ്റു കുട്ടികളൊക്കെ തന്നെ നേരത്തെ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് അവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. പക്ഷെ ഒരുത്തൻ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിച്ചു, മോനെ എന്തേ കളിക്കാത്തത്, എന്തെങ്ങനെ? ആ കുട്ടി വിങ്ങലോടുകൂടി മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, ഞാനും ഇതുപോലെ കഴിഞ്ഞ പെരുന്നാളിൽ കളിച്ചിരുന്നു. എനിക്കന്ന് ഉടുപ്പ് മാറ്റിത്തരാൻ എന്റെ ഉമ്മ ഉണ്ടായിരുന്നു. അന്ന് വാങ്ങിക്കൊണ്ടു തരാൻ, ഞാൻ ചോദിച്ചതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് തരാൻ എനിക്ക് ഉപ്പുണ്ടായിരുന്നു. അവരെ പോലെ ഞാൻ ഉല്ലസിച്ചുകൊണ്ട് ഇവിടെ കളിച്ചിരുന്നു. പക്ഷേ നിങ്ങളോട് കൂടെ ഉള്ള ഒരു പോരാട്ടത്തിൽ എന്റെ ഉപ്പ പങ്കെടുത്തിരുന്നു. സഹാബിയാണ്. നിങ്ങളോട് കൂടെ ഉള്ള ഒരു പോരാട്ടത്തിൽ പങ്കെടുത്ത് പിന്നെ എന്റെ ഉപ്പാനെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ വെച്ച് രക്തസാക്ഷിയായി. പിന്നെ ഉപ്പ എന്ന് വിളിക്കാൻ എനിക്ക് ഉപ്പല്ല. ആ ഉപ്പാന്റെ മരണത്തിന് ശേഷം എന്റെ ഉമ്മാന്റെ യുദ്ധ കഴിഞ്ഞപ്പോ ഉമ്മാക്കാണെങ്കിലും ഒരു പുതിയാപ്പള വന്നു, പുതിയൊരു കല്യാണാലോചന വന്നു. ഉമ്മ അതിന് വഴങ്ങി കൊടുത്തു. ഉമ്മ ആ പുതിയാപ്പളുടെ കൂടെ പോവുകയും ചെയ്തു. ഈ പെരുന്നാൾ ഇന്ന് എന്റത് ഇങ്ങനെയാണ്. എനിക്ക് മാറ്റിത്തരാൻ, എനിക്ക് എണ്ണ തേച്ച് തരാൻ, എന്നെ കുളിപ്പിക്കാൻ ഇന്ന് എന്റെ ഉമ്മയൊട്ടിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീര് ഒറ്റിപ്പോയി. പക്ഷേ കുട്ടിന്റെ മുന്നിൽ അത് കാണിച്ചില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ അടുക്കൽ ഇരുന്നിട്ട് ഉമ്മാന്റെ മുഖത്തേക്ക് ചോദിച്ചു, ഇറങ്ങിയിട്ട് ചോദിച്ചു, ഞാൻ എന്റെ ഉപ്പയായാലോ? ഞാൻ എന്റെ ഉപ്പയാകാം ഇന്നു മുതൽ. അതുകൊണ്ട് നീ തൃപ്തിപ്പെടുവോ? ആയിഷ ബീവിയില്ലേ ലോകം മുഴുവൻ പ്രകീർത്തിക്കുന്ന ആയിഷ ബീവി ഇന്നു മുതൽ നിന്റെ ഉമ്മയാകുന്നതിൽ നീ തൃപ്തിയുണ്ടോ? എനിക്ക് സന്തോഷമാകുമോ? ഫാത്തിമ ബീവി നിന്റെ സഹോദരിയാണ്. നീ മുതൽ നിന്റെ സഹോദരിയാണ്. നിന്റെ കുടുംബനാഥൻ, നിന്റെ രക്ഷിതാവ് നീ അലിയാണ്.
ഹസനും ഹുസൈനും എന്റെ കളിക്കൂട്ടുകാരാകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ മോനെ? കുട്ടി കേട്ട ഉടനെ ആ ഒരു കാർമേഘങ്ങൾ മൂടിയതുപോലെയുള്ള മുഖത്തിലതാ സൂര്യപ്രകാശം വരുന്നത് പോലെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, നബിയെ, അങ്ങ് എന്റെ ഉപ്പയാവുകയും ആയിഷ ബീവി എന്റെ ഉമ്മയാവുകയും ഫാത്തിമ ബീവി എന്റെ സഹോദരിയാവുകയും ഹസൻ ഹുസൈൻ എന്റെ കളിക്കൂട്ടുകാരാവുകയും ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുമോ? ഇതിലേറെ വലിയൊരു കുടുംബം പറയുന്ന ഉള്ളത്. ആ കുട്ടി പറഞ്ഞു, എന്നാ പോലെ എന്റെ കൂടെ പോലെ പള്ളിയിലേക്ക് ധൃതിയോടുകൂടെ കുളിച്ച് ഖുതുബ നിർവഹിക്കാൻ വേണ്ടി പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോയ നബി ആ ധൃതിയും പള്ളിയിൽ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, അതൊക്കെ മറന്നു. ഈ കുഞ്ഞു മോനെ കണ്ടിട്ട് വീട്ടിലേക്ക് പോയി. ആയിഷാക്ക് എന്തേ വന്നു? ഒന്നുമല്ല, മോനാണ്, നമ്മളെ മോനാണ്. മോനെ കുളിപ്പിച്ചിട്ട് ഹസനും ഹുസൈനും കൊണ്ടുവന്ന് വെച്ച ഏറ്റവും പുതിയ വസ്ത്രം എടുത്തു കൊടുക്കും, വേമാറ്റി കൊടുക്കും. ആയിഷാ ബീവി വേഗം മാറ്റി. ആയിഷാ ബീവി വേഗം വസ്ത്രങ്ങൾ കൊടുത്തു. ഇനി നന്നായിട്ട് ഭക്ഷണം വാങ്ങി കൊടുക്കും കുട്ടിക്ക്, വേറെ കുറച്ച് ഭക്ഷണം കൊടുക്കും. ഇനി മോനെ പോലെ നമുക്ക് പോവാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചു തുള്ളിച്ചാടി നേരത്തെ കണ്ട അതേ കളിക്കളത്തിലൂടെ ഗ്രൗണ്ടിന്റെ സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോ നേരത്തെ ആ കുട്ടിയെ ശ്രദ്ധിച്ചിരുന്ന കളിക്കൂട്ടുകാര്, എടാ മോനല്ലത്, നേരത്തെ ഈ വരമ്പത്തിരുന്ന് കരഞ്ഞിരുന്ന, നേരത്തെ ഇവിടെ ഇരുന്ന് വിഷമിച്ചിരുന്ന മോനല്ലേത്, എന്താ ഒന്ന് കരയൊക്കെ നിർത്തിയിട്ട് ചിരിച്ച് സന്തോഷത്തോടു കൂടി പോകുന്നു, എന്ത് പറ്റി? കൂട്ടുകാരൻ ചോദിച്ചപ്പോ ആ മോൻ ആ കൂട്ടുകാരോട് വളരെ സന്തോഷത്തോട് പറയാം, ഞാൻ എന്തുകൊണ്ട്, ഞാൻ എന്തിനാ സന്തോഷിക്കാതിരിക്കുന്നത്? നേരത്തെ ഞാൻ കരഞ്ഞപ്പോ ഒരു കാലിച്ചായ പോലും ഞാൻ കുടിച്ചിട്ടില്ല, എനിക്കാരും വളമ്പി തരാനുണ്ടായിരുന്നില്ല. ഇന്നെന്റെ വയറ് നിറഞ്ഞു, ഇപ്പൊ എന്റെ വയറ് നിറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. എന്റെ ഡ്രസ്സുകൾ കണ്ടില്ലേ, കീറി പറഞ്ഞത്, പഴയത്, ഒന്ന് അലക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നോക്കുന്നത് പുതിയ വസ്ത്രം ഞാൻ അല്ലേ. എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നില്ല, ഉപ്പ ഉണ്ടായിരുന്നില്ല, എനിക്ക് സഹോദരനുമില്ല, സഹോദരിയില്ല, ഞാനൊരു യതീമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ എന്റെ ഉപ്പ, ഈ നബിയാണ് എന്റെ ഉപ്പ അല്ലേ. എന്റെ ഉമ്മയാണ്. ഫാത്തിമ ബിബി ഇന്നു മുതൽ എന്റെ സഹോദരിയാണ്. എന്റെ രക്ഷിതാവ് അല്ലെങ്കിൽ എന്റെ കൈകാര്യകർത്താവ് അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു. വൽ ഹസൻ വൽ ഹുസൈൻ ഇഖ്വതി, ഹസനും ഹുസൈനും എന്റെ സഹോദരനാണ്. ഇനി ഞാൻ എന്തിനു ചിരിക്കാതിരിക്കണം? ഇനി എന്തിനു ഞാൻ ആഘോഷിക്കാതിരിക്കണം? ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, കഴിഞ്ഞ പെരുന്നാൾക്ക് മാതാപിതാക്കളോട് കൂടെ പള്ളിയിലേക്ക് പെരുന്നാൾ നിസ്കാരത്തിന് പോയിരുന്ന ആയിരക്കണക്കിന് കുഞ്ഞുമക്കൾ ഗസയിൽ, ഇറാനിന്റെ മണ്ണിൽ, ലെബനാനിൽ, സിറിയയിൽ നേരോ പൊട്ടിപ്പൊടിഞ്ഞ ബിൽഡിങ്ങിന്റെ അടിയിൽ പട്ടിണി പച്ചവെള്ളം പോലും ഇല്ലാതെ കിടക്കുക മുമ്പിനികളെ. അവർക്ക് ഉപ്പല്ല, അവർക്ക് ഉമ്മല്ല, എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല, കാല് മുറിഞ്ഞിട്ടുണ്ട്, കൈകളില്ല. കഴിഞ്ഞ പെരുന്നാൾക്ക് അവർ ആലോചിക്കാം, ഉമ്മി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന അവസ്ഥകളൊക്കെ. ഇന്നത്തെ പെരുന്നാളിന്റെ ആഘോഷം ആ ഗസയിലെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന മക്കൾ. ഇന്നത്തെ പെരുന്നാളിന്റെ എല്ലാ നന്മകളും എല്ലാ പ്രാർത്ഥനകളും ഇറാനിന്റെ മണ്ണിലും സിറിയയുടെ മണ്ണിലും യമനിന്റെ മണ്ണിലും കഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ നൽകുന്നു. അല്ലാഹുവേ, പ്രാർത്ഥനയായിട്ട് കൊടുക്കുന്നു. അല്ലാഹുവേ, ആ മക്കൾ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെ സഹായിക്കണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, മരണപ്പെട്ടവർക്ക് രക്തസാക്ഷികളുടെ പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവർക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ അഹങ്കാരികളെയും ധിക്കാരികളെയും ഒരു ദിവസം പാഠം പഠിപ്പിച്ചുകൊണ്ട് നമ്രൂദിനെയും ഫറോവയെയും കാറൂനെയും പഠിപ്പിച്ചതുപോലെ പടച്ചവർക്ക് പഠിപ്പിക്കുന്ന ഒരു ദിവസം കാത്തിരിക്കുന്ന മക്കളാണ് അവർ. അത് കണ്ട് സന്തോഷിക്കാൻ, നല്ല ഈദ് ആഘോഷിക്കാൻ
ആവേശത്തോടെ പെരുന്നാൾ പങ്കെടുക്കാൻ അവിടെയുള്ള പുണ്യമക്കൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ ഒന്ന് കട്ട് ചെയ്യാം. കുത്തുബ കഴിഞ്ഞിറങ്ങുന്ന വിശ്വാസികൾക്ക് മധുരം നൽകി പള്ളി കമ്മിറ്റി അംഗങ്ങൾ. അല്ല അവിടെ പോവാൻ പറ്റുമൊക്കെ മേടിച്ചു പോയിട്ടോ. ഒരാൾ പടന്നോളി. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് വിശ്വാസികൾ പെരുന്നാൾ കുത്തുബ നിർവഹിക്കാൻ പള്ളിയിൽ കുട്ടികളും കാരണവന്മാരുമായി ആയിരങ്ങൾ തേക്കിൻകൂട് കുമ്പങ്കല്ല് ജുമാ പെരുന്നാൾ കുത്തുബ നിർവഹിക്കാൻ സന്തോഷത്തിൻ്റെ സമാധാനത്തിന്റെയും ആശംസകൾ നൽകി പരസ്പരം സ്നേഹങ്ങൾ കൈമാറി ആലിംഗനം ചെയ്ത് ഈദ് മുബാറക് എന്ന് പറഞ്ഞ് വിശ്വാസികൾ പിരിഞ്ഞു. അത് കിട്ടിയില്ലേ? അത് പഠിക്കും. കുട്ടികൾക്കായി പോയിക്കണം. കുട്ടികൾ പോയിക്കണം. അപ്പൊ കവർ ചെയ്യാത്തിന് കിളയൊക്കെ പോണെന്തായാലും അജനാസ കബർ സിയാർത്തിന് നടക്കണേ. കബർ സിയാർത്ത് പെരുന്നാൾ കുത്തുബ കഴിഞ്ഞതിനു ശേഷം മഹല്ലിലെ നിരവധി ആളുകൾ ഖബർ സിയാറത്ത് ചെയ്യാൻ ഖബർസ്ഥാനിലെത്തി. ബഹുമാനപ്പെട്ട പെരുന്നാൾ കുത്തുബ മഹല്ല് ഖത്തീബ് മൊയ്തീൻ കുട്ടി ദാരിമി അവരുടെ നേതൃത്വത്തിൽ മൊയ്തീൻകുട്ടി ദാരിമി ഖബർ സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മഹല്ലിലെ നിരവധി ആളുകൾ പങ്കെടുത്തു. നന്മ തിന്മകൾ തൂക്കുമ്പോൾ മുൻതൂക്കം നന്മ മുൻതൂക്കം തൂങ്ങുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ഞങ്ങളെ ഭിന്നിപ്പിക്കുകയും ഫിത്നയിലാക്കുകയും ചെയ്യല്ല അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ തേക്കിൻകൂട് കൂമ്പങ്കല്ല് ജുമാ മസ്ജിദിൻ്റെ പെരുന്നാൾ കുത്തുബ കഴിഞ്ഞ് ഉള്ള ഖബർ സിയാറത്ത് നേതൃത്വം നൽകുന്നത് മഹല്ല് ഖത്തീബ് മൊയ്തീൻ കുട്ടി ദാരിമി അവർകൾ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഫസൽ തങ്ങൾ അവർകൾ, സെക്രട്ടറി പത്തത്ത് യൂസുഫ് അവർകൾ, ട്രഷറർ ഇക്ബാൽ അവർകൾ തുടങ്ങിയ മഹല്ലിലെ മുഴുവൻ ആളുകളും ഖബർ സിയാറത്തിൽ ഭാഗവത്തായിട്ടെടുക്കും. അള്ളാഹു ഈ നന്മകളൊക്കെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
الدين وأن اعبدوني هذا وظلا منكم جبلا كثيرا أفلم تكونوا تعقلون أعينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فابناه الشعر وما ينبغي له إن هو إلا ذكر وقرآن ما عملت أيدينا أنعامهم فهم ومنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب وفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند إنا نعلم نصرهم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحيي الذي أنشأ الأرض نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ ഓതിയ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വദത്തൈനി സൂറത്ത് യാസീൻ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരം എല്ലാം നീ ഖബൂലാക്കണേ യാ റഹ്മാനേ അല്ലാഹുവേ അതിന്റെ പ്രതിഫലം ഞങ്ങളുടെ ഓരോരുത്തരുടെയും നന്മയുടെ ഏടുകളിൽ രേഖപ്പെടുത്തണേ അല്ലാഹ് തുല്യ പ്രതിഫലം മഹാന്മാരായ അംബിയ മുർസലീങ്ങൾ ഔലിയാക്കൾ സ്വഹാബാക്കൾ സിദ്ദീഖീങ്ങൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിലേക്ക് നൽകണേ റഹ്മാന് അല്ലാഹുവേ അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ് അവരുടെ ശഫാഅത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അവരോടൊന്നിച്ച് നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ ഓതിയ ഖുർആനിന്റെയും നന്മയുടെയും പ്രതിഫലം ഞങ്ങൾ നിൽക്കുന്ന ഈ ഖബർസ്ഥാനിൽ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിലേക്ക് നൽകണേ റഹ്മാനെ കഴിഞ്ഞ പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പ് കാലങ്ങളിലൊക്കെ അല്ലാഹുവേ അത്താഴത്തിന് ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കി തയ്യാറാക്കി വിളിച്ചുണർത്തിയവരാണ് ഈ കിടക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി പെരുന്നാൾ പുടവകൾ വാങ്ങിത്തന്നവരാണ് റബ്ബേ അവരുടെ ഖബറിടം ഇന്ന് സന്തോഷത്തിന്റെ ഖബറിടമാക്കണേ അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് വെയിൽ കൊണ്ടവരാണ് പ്രവാസ ലോകത്തും പാടങ്ങളിലും പറമ്പുകളിലും ഇന്നിതാ അവർക്ക് വേണ്ടി അല്പനേരം വെയിൽ കൊള്ളുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല റഹ്മാന് മാശറയിലുള്ള അർശിന്റെ തണൽ ഞങ്ങൾക്കും അവർക്കും നൽകണേ അല്ലാഹ് പടച്ചവനെ സ്വർഗത്തിൽ ഒരിടം ഞങ്ങൾക്കും അവർക്കും നൽകണേ റഹ്മാന് അല്ലാഹുവേ അവരുടെ ഖബറിടം സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാഹ് സ്വർഗീയ ഭക്ഷണം കൊണ്ട് പാനീയം കൊണ്ട് അവരെ സൽക്കരിക്കണേ റഹ്മാന് സ്വർഗീയ വസ്ത്രങ്ങളെ കൊണ്ട് അവരെ അലങ്കരിക്കണേ അല്ലാഹ് സ്വർഗീയ സുഗന്ധവും വെളിച്ചവും ആ ഖബറുകളിലേക്ക് നൽകണേ റഹ്മാന് പടച്ചവനെ അല്ലാഹുവേ ആ ഖബറുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ് നിന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാൻ